ശിവഭഗവാന് ഈ പറയുന്ന ഒരു കാര്യം സമർപ്പിക്കുക. ഭഗവാൻ നിങ്ങൾക്കെല്ലാം നൽകും. ഇത് ഞാൻ പറയുന്നത് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്, കാരണം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അതായത് ഒരു ലോണൊക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരാൾക്ക് അവര് ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്ത് അവരുടെ ഏകദേശം 90,000 രൂപയോടടുത്ത് വേറൊരാളിൽ സഹായിച്ചത് അടയ്ക്കാൻ പറ്റി. അവരുടെ വാട്സപ്പിലെ മെസ്സേജ് ഇപ്പോഴും കിടപ്പുണ്ട്. അവരുടെ നമ്പർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കവർ മെസ്സേജ് ചെയ്തതാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന ശിവൻ്റെ ഒരു വഴിപാട് ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാനിന്ന് പറഞ്ഞു തരികയാണ്. എന്ന് കരുതി ഇപ്പോൾ നമ്മൾ ലോൺ എടുത്ത് അടയ്ക്കാതിരിക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ അവസ്ഥ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുകൾ വന്നു, ഭഗവാൻ നമുക്ക് ഏതെങ്കിലും ഒരു വഴി കാണിച്ചു തരും. പിന്നെ നമ്മളോട് പരിശ്രമിക്കണം. അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു തരുന്നത്. ഇത് ഈ പറഞ്ഞ കാര്യം, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു ചെയ്തവർക്കെല്ലാം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്ത ആ ഒരു അമ്മ എൻ്റെ വാട്സപ്പിൽ പറയുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഏകദേശം 90,000 രൂപയ്ക്ക് മേളിൽ, 92,000 ആണെന്ന് തോന്നുന്നു, 92,000 രൂപയാണ് എന്നാണ് കേട്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ. അത് വാട്സപ്പിൽ എപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് അവർക്കത് വേറൊരാൾ സഹായിച്ചു. ബാങ്കിലെ ലോണിൻ്റെ ഒരുപാട് പെൻഡിങ് ആയിട്ട് കിടന്നതാണ്. അപ്പം അത് എനിക്കും നന്ദി പറയുന്നു, ശിവഭഗവാന് നന്ദി പറയുന്നു. ആ അമ്മ പറയുകയാണ്, അങ്ങയുടെ വായിക്കും അതിനും അതൊരു അങ്ങ് അനുഗ്രഹമായി വന്നു. ആ വാ കൊണ്ട് പറഞ്ഞ കാര്യവും അതിൻ്റെ ഒരു ശക്തിയാണ് നമ്മൾ പറയുന്നത്. ഏതായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. എനിക്ക് പൈസ കിട്ടുന്നതിനെക്കാട്ടി സന്തോഷവും, അല്ല എൻ്റെ ഒരു കാര്യം നടക്കുന്നതിനെക്കാട്ടി സന്തോഷവും എനിക്കുണ്ടായി. ഏതായാലും ഞാൻ നിങ്ങൾക്ക് ആ വിദ്യ പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഒരുപാട് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അത്ഭുതകരമായ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഒരുപാട് ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ ആ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനപ്പെടുമെന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. അതായത് മാർച്ച് 12-ാം തീയതി, ഇന്ന് മാർച്ച് 11, നാളെ മാർച്ച് 12-ാം തീയതി വ്യാഴാഴ്ച ഞാൻ അമ്പലപ്പുഴയിൽ രാവിലെ 7 മണിക്ക് ഉണ്ടാവും. ഭഗവാനെ കാണാൻ തൊഴാൻ വരുന്നതാണ് കേട്ടോ. എല്ലാ മാസവും ഞാൻ ഭഗവാനെ പോയി കണ്ട് തൊഴുന്നതാണ്. കഴിഞ്ഞ മാസം പോകാൻ പറ്റിയില്ല. ഇപ്പോൾ അതുകൊണ്ട് ഈ മാസം ആദ്യം തന്നെ അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു. മാർച്ച് 12 പറഞ്ഞു. മാർച്ച് 12-ാം തീയതി വ്യാഴാഴ്ച നാളെ രാവിലെ ഞാൻ രാവിലെ 7 മണിക്ക് അമ്പലപ്പുഴ ഉണ്ടാകും. അവിടെ വെച്ച് നമ്മൾ ആരെങ്കിലും തമ്മിൽ കാണുകയാണെങ്കിൽ എനിക്ക് അറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു തരാം. സന്തോഷമേ ഉള്ളൂ, അതിന് ദക്ഷിണയൊന്നും തരരുത്. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ മാർച്ച് 13-ാം തീയതി പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ കൊടിയേറുകയാണ്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്നവർ ഉത്സവം തുടങ്ങുകയാണ്. കൊടിയേറ്റം കാണാൻ പറ്റുന്നവർ വന്ന് കണ്ടു തൊഴുക. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉത്സവത്തിനൊക്കെ നിങ്ങളെക്കൊണ്ട് പറ്റുന്നവർ വന്ന് അമ്മയെ കാണുക, തൊഴുക. ഈ ഉത്സവ സമയങ്ങളിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയോ വഴിപാട് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ വിശേഷപ്പെട്ട അനുഗ്രഹം കിട്ടുമെന്നുള്ളതാണ്. കാരണം ആ ദേവതയുടെ ഏറ്റവും കൂടുതൽ പൂജകളും ഒക്കെ നടക്കുന്ന സമയം ഉത്സവ സമയം. അതുകൊണ്ട് തന്നെ ആ ദേവത ഏറ്റവും സംപ്രീതയായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയങ്ങളിൽ നമ്മൾ പോയി ഏത് ക്ഷേത്രമായിക്കോട്ടെ. അപ്പം ഇപ്പം ഞാൻ പറയുന്ന പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. എൻ്റെ വീട് എൻ്റെ ഓഫീസ് ഇരിക്കുന്ന 4 കോടി അതിന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തെക്കുറിച്ചാണ്. അതായത് ചങ്ങനാശ്ശേരി നിന്ന് ഒരു 6 കിലോമീറ്റർ അല്ലെ 7 കിലോമീറ്റർ ഒക്കെ വരും. അപ്പം പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഈ ഉത്സവം തുടങ്ങുമ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്നവർ, അതായത് മാർച്ച് 13-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10-നും 10:30-ക്കും ഇടയ്ക്കാണ് കൊടിയേറ്റം. പറ്റുന്നവർ വന്ന് കണ്ടു തൊഴുക. ഉത്സവത്തിലെ ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വന്ന് അമ്മയെ കണ്ടു തൊഴുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ കേട്ടോ. അത് എന്താന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ ഈശ്വരൻ തോന്നിക്കുന്ന തരുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊരിക്കലും വെറുതെ ആകത്തില്ല. കാരണം ഈ ശ്വാസം മുഴുവൻ ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നാളെ മാർച്ച് 12-ാം തീയതി വ്യാഴാഴ്ച അമ്പലപ്പുഴ വരുമ്പോൾ മിക്കവാറും ഞാൻ മുണ്ട് കൊടുക്കാറില്ല, പാൻ്റൊക്കെ ആയിരിക്കും ധരിച്ചിരിക്കുന്നത്. ചിലർക്ക് എന്നെ കണ്ടാൽ മനസ്സിലാകത്തില്ല. എന്നെ കണ്ടാൽ എളുപ്പം മനസ്സിലാകാൻ വേണ്ടി എപ്പോഴും കഴുത്തിൽ രുദ്രാക്ഷം കാണും.
ഇതാണ് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് രുദ്രാക്ഷവും ഭസ്മവും ധരിക്കുന്നത്. ഭസ്മധാരണവും രുദ്രാക്ഷവും. ഇപ്പൊ രുദ്രാക്ഷം നിങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, ചിലർക്ക് ചിലപ്പം കണ്ട മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ്. എന്തായാലും നമ്മൾ തമ്മിൽ കാണുകയാണെങ്കിൽ എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യം ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് യാതൊരു ദക്ഷിണയൊന്നും തരികയൊന്നും വേണ്ട, അതിനെക്കുറിച്ച് പറയുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരുവാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും, ചെയ്യുന്ന രീതി. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. വഴിപാടുകൾ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ. നമ്മൾ അതോടൊപ്പം പ്രവർത്തിക്കുക കൂടി ചെയ്യേണ്ടി വരും. അതല്ലോ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, എത്രയോ ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യമാണ്. തിങ്കളാഴ്ച രാവിലെ ശിവഭഗവാന് നിങ്ങൾ ഒരു നെയ് വിളക്ക്, ഈ അമ്മ സമർപ്പിച്ചത് 40 രൂപയുടെ നെയ്യാണ്. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 40 രൂപയുടെ ഒരു ചെറിയ ടിൻ നെയ്യായി അമ്മ സമർപ്പിച്ച് ആ അമ്മയുടെ 90,000 രൂപ അല്ലെ 92,000 രൂപയോളം വേറൊരാൾ സഹായിച്ച് അടയ്ക്കാൻ പറ്റി ലോണിൻ്റെ. അപ്പോൾ അത് അച്ചട്ടാണ്. പക്ഷെ അതുപോലെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടെയാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത്. നമ്മൾ ചുമ്മാ പ്രാർത്ഥിച്ച് നെയ് വെച്ചാൽ അത്ര ഫലം കിട്ടണമെന്നില്ല. അതുപോലെ ഭഗവാനോട് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു നെയ് വിളക്ക് അല്ലെങ്കിൽ ഒരു 40 രൂപയുടെ ചെറിയ ടിൻ നെയ്യ്, ഇതിലേതെങ്കിലും വെക്കാം. അതിൻ്റെ കൂടെ നിങ്ങളൊരു കൂവളത്തിലർച്ചനയും ഒരു പിൻവിളക്കൂടെ സമർപ്പിക്കാൻ പറ്റുന്നവർ സമർപ്പിക്കുക. ഈ അമ്മ 40 രൂപയുടെ ഒരു ചെറിയ ടിൻ നെയ് മാത്രമേ സമർപ്പിച്ചുള്ളൂ. അത് അല്ലെ നെയ് മാത്രം സമർപ്പിച്ചാലും മതി. നിങ്ങൾ മനസ്സുകൊണ്ട് ശിവഭഗവാനോടും കരഞ്ഞു പ്രാർത്ഥിക്കണം. ശിവഭഗവാനോടും പാർവതി ദേവിയോടും കരഞ്ഞു പ്രാർത്ഥിച്ച് നടക്ക് മുന്നിലുള്ള ആ കൽമണ്ഡപത്തിൽ വെക്കുക. ഇത് തിങ്കളാഴ്ചകൾ വിശ്വാസത്തോടെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് അനുഭവം ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വഴികളും അടയുമ്പോൾ നിങ്ങളെ ആരും സഹായിക്കാനില്ലെങ്കിൽ നമ്മളിത് ചെയ്യുക. അതോടൊപ്പം നമ്മളിവിടെ പ്രവർത്തിക്കണം. നമ്മളിത് ചെയ്തിട്ട് വീട്ടിൽ കയറി ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾക്ക് ഈശ്വരൻ തന്ന കഴിവുകൾ പ്രവർത്തിക്കുകയും കൂടെ വേണം, പരിശ്രമിക്കുകയും കൂടെ വേണം. അപ്പോൾ അങ്ങനെ ചെയ്തവർക്കെല്ലാം ഒരു വഴി ഈശ്വരൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ തിങ്കളാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ഒന്നുകിൽ 40 രൂപയുടെ ഒരു ചെറിയ ടിൻ നെയ് ഇതുപോലെ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് വയ്ക്കുക. ക്ഷേത്രത്തിൽ കിട്ടുന്ന 15 രൂപയുടെ നെയ്വിളക്ക്. ഇനിയും ഇതാണ് പ്രധാനം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു കൂവളത്തിലെ അർച്ചനയും ഒരു പിൻവിളക്കിനുള്ള രസീതും കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഇത് വെച്ച് കഴിഞ്ഞ്, കൂവളത്തിലെ അർച്ചനയും പിൻവിളക്കിൻ്റെ രസീത്, 2 രസീത് ഒന്നിച്ച് പിടിച്ച് ഇത് വെച്ച് കഴിഞ്ഞ് നെയ്യ് വെച്ച് കഴിഞ്ഞ് വേണേൽ സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. അത് മുൻജന്മ കർമ്മദോഷങ്ങളെ മാറ്റും. ഈ കർമ്മദോഷങ്ങളാണ് എല്ലാത്തിനും നമുക്കൊരു ഫലദാന ശേഷിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മദോഷങ്ങളെ മാറ്റിക്കിട്ടും. തിങ്കളാഴ്ചകൾ ആവർത്തിക്കുക. ശിവക്ഷേത്ര ദർശനം തിങ്കളാഴ്ചകൾ ദർശനം നടത്തി ഭഗവാനോട് ഭക്തിയോട് പ്രാർത്ഥിച്ചവർ എല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതൊരു രഹസ്യമാണ്. ഞാൻ തിങ്കളാഴ്ച വ്രതത്തിന്റെ പ്രാധാന്യം പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുന്നതിന്റെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് അത്ഭുതകരമായ കാര്യമാണ്. ഇത് മഹർഷീശ്വരന്മാര്, ഋഷീശ്വരന്മാര് അവർക്കൊക്കെ അറിയാവുന്ന കാര്യവും അവരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ്. തിങ്കളാഴ്ച ശിവനെ ദർശനം ചെയ്താൽ തീരാത്ത പ്രശ്നങ്ങളില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് എങ്ങനെ ഭഗവാനെ അതുപോലെ ആത്മാർത്ഥമായിട്ട് വിളിക്കണം. അല്ല നമ്മൾ ചുമ്മാ ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് ഒരു കാര്യം പറഞ്ഞു, നടക്കുന്നത് നടക്കട്ടെ എന്ന് വിചാരിച്ച് ഇല്ലേ വേണ്ട, അല്ലെ എങ്ങനെ നടക്കാനാ, ഇങ്ങനൊന്നും പരിപാടി ചെയ്തിട്ട് കാര്യമില്ല. ഭഗവാനെ ഏക ആശ്രയമായിട്ട് മനസ്സിൽ ഉറപ്പിച്ച് ശുദ്ധ മനസ്സോടെ മനസ്സിൽ നിന്ന് അങ്ങ് കരഞ്ഞു വിളി ചെല്ലണം. അവിടെ ചെല്ലും. ഹൃദയത്തിൽ നിന്നുള്ള വിളിയാ ശിവനിലേക്ക് പെട്ടെന്ന് ചെല്ലുന്നത്. അത് എന്ന് വെച്ചാൽ അവിടെ നിന്ന് വാഗൊണ്ട് കരയാനല്ല, മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അതുപോലെ വിശ്വാസത്തിൽ നടക്കി വെച്ച് പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. വഴിപാട് നടക്കി വെച്ച് കഴിഞ്ഞ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. അങ്ങനെ തിങ്കളാഴ്ചകൾ ആവർത്തിക്കണം. പിന്നെ നമ്മൾ പരിശ്രമിക്കുകയും കൂടെ വേണം. ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു അമ്മയുടെ അനുഭവം തന്നെ ഞാൻ പറഞ്ഞല്ലോ. ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് 90,000 രൂപ, 92,000 ഒരാൾ സഹായിച്ചെന്നുള്ള അനുഭവം പറഞ്ഞല്ലോ. അമ്മ അതുപോലെ കരഞ്ഞ് തിങ്കളാഴ്ച ശിവന് 40 രൂപയുടെ നെയ്യ് സമർപ്പിച്ച അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ ആ വാക്കിന് ശക്തി ഉണ്ടെന്ന് അമ്മ പറഞ്ഞതിൻ്റെ കാര്യം. ഇതെല്ലാം നിങ്ങളുടെ ജീവിതം മാറ്റും, ഉറപ്പാണ്. ഇനി തിങ്കളാഴ്ചകളുടെ മറ്റൊരു പ്രത്യേകത, നമുക്ക് ഏത് തരത്തിലുള്ള ശാപദോഷങ്ങളും മാറ്റാനും തിങ്കളാഴ്ച ശിവന് വഴിപാട് ചെയ്താൽ ശക്തിയുണ്ട്. അപ്പോൾ ഈ ശാപദോഷങ്ങളെക്കുറിച്ച് ഞാൻ ഇനിയൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അതിനുള്ള രഹസ്യമായ ഒരു നരസിംഹസ്വാമിയുടെ വിദ്യയും അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം.
ഇത് ഇത്രയും നിങ്ങൾ ചെയ്യുക. ശിവന് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യുക. ഇനിയും ഈ നിങ്ങൾ തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, പറ്റുന്നവർ ചെയ്യുക. ഞായറാഴ്ച ദിവസം കഴിവതും ഒരിക്കലെടുക്കാൻ ശ്രമിക്കുക. അത് ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ചെയ്താൽ മതി. ഇപ്പം മരുന്ന് കഴിക്കുന്നവരോ ഒന്നും ചെയ്യണ്ട. നമുക്ക് ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ പറ്റുന്നവർ ചെയ്യുക, ഒരിക്കലെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ രാവിലെ ചപ്പാത്തി കഴിക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, എന്തായാലും വെള്ളം കുടിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. വൈകിട്ടും ചപ്പാത്തിയോ ഫ്രൂട്ട്സോ കഴിക്കാം, വെള്ളം കുടിക്കാം. ഉച്ചയ്ക്ക് അരിയാഹാരം കഴിക്കാം, വെള്ളം കുടിക്കാം. അങ്ങനെ ഒരിക്കലെടുക്കുക. അത് ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ചെയ്താൽ മതി. അതുപോലെ ഏതെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യണം. അന്നദാനം, ആർക്കെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയോ എന്നങ്ങനെ ഒരു സത്പ്രവൃത്തി ചെയ്യണം. അതോടൊപ്പം നമശിവായ എന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴെല്ലാം മനസ്സ് ജപിക്കുക, ഓം ചേർക്കാതെ നമശിവായ നമശിവായ എന്ന് വെച്ചാൽ ജോലിക്കടയിലോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടിയെ കയറുമ്പോഴോ ഒന്നുമില്ല, ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ആവർത്തിക്കുക. ഉച്ചയുറക്കം പാടില്ല, ആരെയും കുറ്റം പറയരുത്, പൊങ്ങച്ചം പറയരുത്, അഹങ്കാരം പറയരുത്, ആരെയും കളിയാക്കരുത്. മനസ്സുകൊണ്ട് പോലും, വാഗൊണ്ട് തന്നെയല്ല മനസ്സുകൊണ്ട് പോലും ആവശ്യമില്ലാതെ കടകളിൽ കയറി ചുമ്മാ ആഹാരം കഴിക്കരുത്. പിന്നെ ആവശ്യത്തിന് കഴിക്കാൻ തരില്ല, കഴിവതും വീട്ടിൽ നിന്ന് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ആവശ്യത്തിന് വേണം കടകളിൽ നിന്ന് കഴിക്കാം, പക്ഷെ കടകളിൽ നിന്നുള്ള ആഹാരം കുറയ്ക്കുക. ഇങ്ങനെ നിങ്ങളൊരു ഞായറാഴ്ച ഒരു വ്രതം എടുത്തിട്ട് തിങ്കളാഴ്ച ശിവന് കൊണ്ടുപോയി ഒരു 40 രൂപയുടെ ഒരു ചെറിയ ടിൻ നെയ്യോ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്കോ നമശിവായ എന്ന് ജപിച്ച് കരഞ്ഞ് മനസ്സുകൊണ്ട് പ്രാർത്ഥന അടക്കി വെക്കുക. തിങ്കളാഴ്ചകൾ ആവർത്തിക്കുക. അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും. അതോടുകൂടി ജീവിതം മാറും. ഇനിയിപ്പം അസുഖമൊക്കെ ഉള്ളവരാണ്, മരുന്ന് കഴിക്കുന്നവരാണ്, ഞായറാഴ്ച വ്രതം എടുക്കേണ്ട. ഭഗവാനെ നമശിവായ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കുക. സത്പ്രവർത്തികൾ ഏതെങ്കിലും ചെയ്യുക. കഴിവതും ഉച്ചയുറക്കം ഒഴിവാക്കുക. പിന്നെ അസൂയ, കുശുമ്പ്, ഡംബ് ഇതൊന്നും പറയാതിരിക്കുക. അവരതുവഴി പോയി, ഇവരിതുവഴി പോയി, ഇതൊന്നും പറയണ്ട. ആരെങ്കിലും ഇതുവഴിയെങ്കിലൊക്കെ പൊക്കോട്ടെ. അപ്പുറത്തെ ആളുടെ മോള് ഇന്ന ആളുടെ കൂടെ പോയി, ഇതൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. ആരെക്കുറിച്ച് ഒരു അനാവശ്യം ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. അവിടെ കേട്ടത് ഇവിടെ കേട്ടത് ഒന്നും പറയേണ്ട കാര്യമില്ല. മനസ്സിനെ ശുദ്ധ മനസ്സോടുകൂടി നമശിവായ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കുക. ഓം ചേർക്കാതെ നമശിവായ എന്ന് മാത്രം. എന്നിട്ട് തിങ്കളാഴ്ച പോയി ഭഗവാന് നിങ്ങൾ ഈ വഴിപാടും ചെയ്യുന്നു നോക്കി. ഒരു ചെറിയ ടിൻ നെയ്യോ അല്ലെങ്കിൽ ഒരു നെയ്വിളക്കോ മാത്രം സമർപ്പിച്ചാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന് എല്ലാം നൽകും. തിങ്കളാഴ്ചകൾ ആവർത്തിക്കണം. പിന്നെ പറ്റുന്നവർ സെപ്പറേറ്റ് ആയിട്ട് അത് കഴിഞ്ഞ് കൂടത്തിലെ അർച്ചനയും പിൻവിളക്കൂടെ വയ്ക്കാം, നല്ലതാണ്. മുൻജന്മ കർമ്മദോഷങ്ങളും ഒക്കെ തീരുന്നതിന് നല്ലതാണ്. അത് ആവശ്യമുള്ളവർ ചെയ്യുക. ഇത് അത്ഭുതകരമായ കാര്യമാണ്. എനിക്കിത് പറഞ്ഞുതരാൻ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്കറിയാം ഇത് പറഞ്ഞു തരാൻ ശരിയായിട്ട് ചെയ്യുന്ന ഒരാൾ ജീവിതം മാറുമെന്ന്. ഇപ്പം ഇത് തന്നെ ഒരു അനുഭവമല്ലേ. അവർക്ക് ലോൺ അടയ്ക്കാൻ നിവർത്തിയില്ലായിരുന്നു അപ്പോൾ ഒരാൾ സഹായിച്ചു. ചെറിയ കാര്യമാണോ? വലിയ കാര്യമില്ലേ. എനിക്ക് വലിയ സന്തോഷം തോന്നിയത്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞിരുന്നത്. വ്യാഴാഴ്ചകൾ ഈ നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ അത്ഭുതകരമായ നിങ്ങൾ പരീക്ഷിച്ചു നോക്കാൻ ഞാൻ പറയത്തില്ല, കാരണം നിങ്ങൾ ചെയ്തു നോക്കിയോ. ഈ ഭസ്മം ഓം നമോ നാരായണായ ജപിച്ച് ഭസ്മം തൊട്ടാൽ അത്ഭുത മാറ്റം ഉണ്ടാകും ജീവിതത്തിൽ. ഓം നമോ നാരായണായ ജപിച്ച് ഭസ്മം തൊടുക. അത് ഒരു 5:50-നും 6 മണിക്കും ഇടയ്ക്ക് ചെയ്യണം. എന്നിട്ട് വേണം നിങ്ങൾ തൂത്ത് കളഞ്ഞു. ഓം നമോ നാരായണായ ജപിച്ച് കിഴക്കോട് തിരിഞ്ഞെന്ന് ഭസ്മം തൊടുക. ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത്, ഓം നമോ നാരായണായ. നിങ്ങളൊരു 10 ദിവസം ചെയ്യുക. ഒരുപാട് അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ഈ ഓം നമോ നാരായണായക്ക് ചില രഹസ്യങ്ങളുണ്ട്. ഇത് ജപിച്ച് ഭസ്മം തൊട്ടാലും ചില രഹസ്യങ്ങളുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. അതിലൊന്നാണ് ശത്രുദോഷം തീരാൻ വേണ്ടി പാനകം എന്ന് പറഞ്ഞ വഴിപാടുണ്ട്. ഇതൊരു പ്രത്യേക രീതിയിൽ ചെയ്യുന്നത് നല്ലതാണ്. ഈ വ്യാഴാഴ്ച ദിവസം വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ചീറനോടെ ഒരു മഞ്ഞ വസ്ത്രം ഉടുത്തുകൊണ്ട്, അല്ലെ മഞ്ഞ തോർത്തോ വല്ല ഉടുത്തുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് നേരണം ഒരു കാര്യത്തിന് വേണ്ടി. എന്നിട്ട് അന്ന് തന്നെ രാവിലെ പോയി പാനകത്തിന് വെളുപ്പിനെ പോകണം. അപ്പോൾ വെളുപ്പിനെ നേർന്നിട്ട് രാവിലെ തന്നെ പോയി പാനകം അന്ന് തന്നെ വഴിപാട് ചെയ്യുക. പാനകം അതൊരു തരം ശർക്കര പായസമാണ്. പക്ഷെ പാനകം എന്ന് പറയുന്നത് ശർക്കര പായസമല്ല, അതൊരു തരം പ്രത്യേക രീതിയിലുള്ള പായസമാണ് പാനകം. ഇത് വ്യാഴാഴ്ച ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷങ്ങളെ, സാമ്പത്തികമായ ദൃഷ്ടിദോഷങ്ങളെ, സാമ്പത്തിക തടസ്സങ്ങളെ, നിങ്ങൾ അറിയാതെ ഒളിഞ്ഞും തെളിഞ്ഞും വരുന്ന ഏതൊരു ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളെയും അവിടെ വെച്ച് തടുത്തു നിർത്താൻ പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് ഭഗവാന് സാമ്പത്തിക അഭിവൃദ്ധി, ഉയർച്ചയും
സാമ്പത്തിക വിജയങ്ങളും ഒക്കെ നൽകും. ഇതങ്ങനെയുള്ളൊരു കാര്യമാണ്. ഞാൻ ആ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ കടം കടം ഇപ്പം പൈസ കടം വീട്ടണമെന്നുണ്ട്, പരമാവധി പരിശ്രമിക്കുന്നു. കൈക്ക് പണം കിട്ടിക്കഴിയുമ്പോൾ അത് ഉടനെ ചെലവ് വരുന്നു, കടം വീട്ടാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഞാനൊരു വിദ്യ പറഞ്ഞുതരാം. ഹനുമാൻ സ്വാമിക്ക് ചൊവ്വ, വ്യാഴം, ശനി ഈ ദിവസങ്ങളിൽ വെണ്ണ നിവേദ്യം ചെയ്ത് ഭഗവാനെ സമ്പത്ത് നൽകണേ, എനിക്ക് കടങ്ങളൊക്കെ വീട്ടാൻ പറ്റണേ, ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണേ, രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. ചൊവ്വ, വ്യാഴം, ശനി വെണ്ണ നിവേദ്യം അത് അത്ഭുതകരമായ കാര്യമാണ്. ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അതുപോലെ ഹനുമാൻ സ്വാമി സമ്പത്തും സമൃദ്ധിയും ശത്രുവിജയവും. ഹനുമാൻ സ്വാമിയെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് യാതൊരു തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ്. ഏതും ക്ഷിപ്രഫലമാണ്, ക്ഷിപ്രഫലമാണ് ഏതും. ഹനുമാൻ സ്വാമിയുടെ ശക്തി അറിയാവുന്നവർക്ക് അറിയാം. വലിയ വലിയ ബിസിനസ്സുകാര്, വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നവരെ ഒക്കെ ഹനുമാൻ സ്വാമിക്ക് അതിനു മുമ്പേ പോയി നേരും, അല്ലെ പ്രാർത്ഥിക്കും. ഒരു തടസ്സമില്ലാതെ അവരുടെ കാര്യങ്ങൾ നടന്നു കിട്ടുമെന്നുള്ളതാണ്. അതാണ് ഹനുമാൻ സ്വാമിയുടെ ഒരു ശക്തി. അപ്പം ഇത് ഒരുപാട് ഗുണമുണ്ടാകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനിയും ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ പ്രശ്നങ്ങൾ, എന്ത് തൊഴിൽ ചെയ്താലും അതുകൊണ്ട് ശരിയാകുന്നല്ല. തൊഴിലടുത്ത് നമുക്ക് പാരകള്, അല്ലെ പ്രതിസന്ധികള്, തടസ്സങ്ങള്, അങ്ങനെ തൊഴിൽപരമായിട്ട് ഒരു വല്ലാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഞാനീ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഒരു തവണ ചെയ്താൽ പോലും ഫലമുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിച്ചാൽ മതി. അതായത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച, കലണ്ടർ നോക്കിയാൽ മതി, ആരോടും ചോദിക്കണ്ട. കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാന് അത് തലോസ ഏർപ്പാട് ചെയ്യണം. രാവിലെ ഒരു കരിക്കഭിഷേകം, അതുപോലെ കൂവളത്തിലർച്ചന, ഭാഗ്യസൂക്താർച്ചന, ഒരു നെയ്വിളക്ക് ഈ സമർപ്പിച്ച് ഭഗവാനെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ, എനിക്ക് തൊഴിൽ സംബന്ധമായി ഇത്രയേറെ പ്രശ്നങ്ങളുണ്ട്, അല്ലെ എനിക്ക് ഇത്രയേറെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, എനിക്ക് വേറെ മാർഗമില്ലെന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ച് അടക്കി വെക്കുക. കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച രാവിലെ പോയി ചെയ്യണം. കരിക്കഭിഷേകത്തിന് തലേദിവസം പറഞ്ഞ് ഏർപ്പാടാക്കിയാലേ രാവിലെ കരിക്ക് തിരുമേനി ചെയ്യത്തുള്ളൂ. അതൊക്കെ ഓർത്തോളൂ. രാവിലെ കരിക്കഭിഷേകം എന്ന് പറഞ്ഞ് രാവിലെ ചെന്നാൽ കരിക്കൊന്നും കിട്ടത്തില്ല. തലേദിവസം അതിനുള്ള ഏർപ്പാട് ചെയ്യണം. അപ്പോഴേ രാവിലെ കരിക്കഭിഷേകം നടത്തത്തുള്ളൂ. ഈ കരിക്കഭിഷേകം ശിവന് ഇങ്ങനെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച ചെയ്താൽ ഒട്ടേറെ ഫലങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളെയും കർമ്മ ദുരിതങ്ങളെയും മാറ്റുവാൻ ശനിയാഴ്ച ശിവന് ഇതുപോലെ കരിക്കഭിഷേകം ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഈ നമ്മളുടെ കർമ്മ ദുരിതങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. എല്ലാം കർമ്മ ദുരിതങ്ങൾ തന്നെയാണ്. അപ്പൊ ശനിയാഴ്ച ശിവന് ചെയ്യുന്ന വഴിപാടിന് അതിന് ശക്തിയുണ്ട് ഈ കർമ്മ ദുരിതങ്ങളെ മാറ്റാൻ. പിന്നെ ശിവഭഗവാന് കരിക്കഭിഷേകം ചെയ്താൽ പിതൃപ്രീതി പെട്ടെന്നുണ്ടാകും. ലക്ഷങ്ങൾ മുടക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും പിതൃപ്രീതി ഉണ്ടായിട്ടില്ലെങ്കിൽ ശിവന് കരിക്കഭിഷേകം ചെയ്താൽ മതി, പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാകും. പിതൃക്കൾ നിങ്ങൾക്ക് പ്രസാദിക്കും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ കരിക്കഭിഷേകം ഏറ്റവും നല്ലതാണ്. പിതൃപ്രീതി ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും മാറും, നമുക്കെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും, കലഹങ്ങൾ മാറും, സമ്പത്ത് വരാൻ തുടങ്ങും, കടങ്ങൾ മാറും, അത്ഭുതകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും. ഈ പിതൃപ്രീതി ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ. പിതൃപ്രീതി ഏറ്റവും വലിയ അനിവാര്യമാണ്. പിതൃക്കളുടെ അനുഗ്രഹം ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. ഒന്ന് വേണ്ടത് ഗുരുത്വം, രണ്ട് പിതൃക്കളുടെ അനുഗ്രഹം. ഇത് രണ്ട് ജീവിതത്തിൽ ഏറ്റവും വേണ്ട കാര്യങ്ങളാണ്. ഇതില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും പല ഉയർച്ച വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് തകർച്ചയിലേക്ക് പോകുന്നു, പെട്ടെന്ന് പ്രതിസന്ധികളിലേക്ക് പോകുന്നു, അനുഭവം ഇല്ലാതായി പോകുന്നു. പല കാര്യങ്ങളും സമ്പത്തൊക്കെ ഉണ്ടാക്കും, പക്ഷെ അനുഭവിക്കാൻ പറ്റാതെ പല ദുരിതങ്ങളിലും ആയി പോകുന്നു, അല്ലെ പല തകർച്ചകളിലും ഉണ്ടാകുന്നു. പെട്ടെന്ന് പല തകർച്ചകളും ഉണ്ടാകുന്നു. ചിലടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പൻ ഒരുപാട് സമ്പാദിച്ചു കൂട്ടും, അത് അപ്പൻ അനുഭവിക്കുന്നതിന് മുമ്പേ മോൻ ഇതെല്ലാം നശിപ്പിക്കും. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന പിതൃപ്രീതി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പനെല്ലാം സമ്പാദിച്ചു കൂട്ടിക്കഴിയുമ്പം അപ്പൻ അനുഭവിക്കുന്നതിന് മുമ്പേ മോനെ ഇതെല്ലാം ഒരു സൈഡിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പലയിടത്തും നമ്മൾ കാണാറുണ്ട്. എന്ത് ചെയ്താലും അതിനൊരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പിതൃദോഷങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ ഒരു ഭാര്യയും ഭർത്താവൊക്കെ ആണെങ്കിലും എപ്പോഴും കലഹങ്ങള്, വഴക്കുകള്, കുടുംബത്തിൽ സമാധാനമില്ല, മക്കൾ ഒരു വഴി, സാമ്പത്തികമായ കടങ്ങൾ ഒരു വഴി, ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം പരാജയം, ഇതൊക്കെ പിതൃദോഷം കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പിതൃപ്രീതി വന്നു കഴിയുമ്പോൾ മനസ്സിലാവും, എടാ ഇതുകൊണ്ടായിരുന്നല്ലോ പ്രശ്നമെന്ന്. അല്ലാതെ എത്ര പറഞ്ഞാലും ചെവിയിലോട്ട് കയറത്തില്ല, നമുക്ക് മനസ്സിലാകത്തില്ല. അത് അനുഭവം ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ.
അപ്പം ഈ പിതൃപ്രീതി വരാൻ ഏറ്റവും നല്ലതാണ് ശിവന് കരിക്കഭിഷേകം. കർത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച ചെയ്താൽ വളരെ പെട്ടെന്ന് റിസൾട്ട്, വളരെ പെട്ടെന്ന് മാറ്റമാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാനെ എന്നുള്ള ആ ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് വേണം വയ്ക്കാൻ. പിന്നെ അതിൻ്റെ കൂടെ കൂവളത്തിലർച്ചനയും ഭാഗ്യസ്വത്ത പുഷ്പാഞ്ജലി നെയ്വള കൂടെ സമർപ്പിക്കണം കേട്ടോ. അത് കൂവളത്തിലർച്ചന മുൻജന്മ കർമ്മദോഷം തീരാനാണ്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഭാഗ്യമുണ്ടാകാനാണ്, നെയ്വിളക്ക് സാമ്പത്തികത്തിനാണ്, കരിക്കഭിഷേകം പിതൃദോഷം മാറി പിതൃപ്രീതി ഉണ്ടാകാനും വേണ്ടിയാണ്. വിശ്വാസത്തോടെ ഭക്തിയോടെ മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്ന കാര്യമില്ല, അത് എത്രമാത്രം ആത്മാർത്ഥ